ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. വീക്ക്ലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് മലയാളത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് നമുക്കൊന്ന് നോക്കാം മലയാളത്തിൽ ചെയ്താൽ റെസ്പോൺസ് എങ്ങനെ ഉണ്ടാവുമെന്ന്. സോ ഇത് ഡെയിലി ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ. ഫ്രൈഡേ നമുക്ക് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ആക്ച്വലി നമ്മൾ 5 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഡേ ആയിരുന്നു അത്. ഒരു ഫസ്റ്റ് 5 മിനിറ്റിൽ ഒരു ബുള്ളിഷ് ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനുശേഷം ഒരു സെൽ ഓഫ് ഉണ്ടായിരുന്നു 5 മിനിറ്റ്. നല്ലൊരു സെൽ ഓഫ് ക്യാൻഡിലായിരുന്നു ഇത്. പക്ഷേ അവിടെ നിന്നൊരു നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടിയില്ല. സോ എൻ്റെ ട്രേഡ് പ്രകാരം ഞാൻ ആക്ച്വലി ഇവിടെ ഇതൊരു ബുള്ളിഷ് സോണിൽ ഓപ്പൺ ആയതുകൊണ്ട് ഈ രണ്ട് ബുള്ളിഷ് പാറ്റേൺ ഫോം ആയതിനു ശേഷം ഞാൻ ഒരു റിവേഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, ഒരു പുൾ ബാക്കിന് വേണ്ടി. ഇവിടെ ഒരു പുൾ ബാക്ക് ഫോം ചെയ്ത് ഞാൻ ഇവിടെ എൻട്രി എടുത്തു. ഓക്കെ, ഇത് ക്രോസിന് ശേഷം എൻട്രി എടുത്തു. പിന്നെ ഞാൻ അത് ഇവിടെ ആഡ് ഓൺ ചെയ്തു. ഒരു ഫസ്റ്റ് പൊസിഷന് ശേഷം സെക്കൻഡ് പൊസിഷൻ ഇവിടെ ആഡ് ഓൺ ചെയ്തു. ബട്ട് എന്തെന്ന് വെച്ചാൽ ഇത് ഈ ലോ ക്രോസ് ചെയ്തതിന് ശേഷം ഞാനിവിടെ സോർട്ട് ചെയ്തു. ഓക്കെ, ബിക്കോസ് എൻ്റെ സ്ട്രാറ്റജി പ്രകാരം അത് ഈ ഒരു ഏത് ക്യാൻഡിലാണോ റെഡിൻ്റെ ക്രോസ് ചെയ്യുന്നത് ഗ്രീന്, അത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ ആഡ് ചെയ്തിട്ട്, ബട്ട് അത് പിന്നെ ആ റേഞ്ചിൽ തന്നെ ആയിരുന്നു. ബട്ട് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റിലാണ് ക്ലോസ് ചെയ്തത്, പോസിറ്റീവ് ഫ്ലാറ്റിലാണ് ക്ലോസ് ചെയ്തത്. വലിയ പ്രോഫിറ്റ് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വിത്തിൻ 1000 റേഞ്ചിൽ ഞാൻ ട്രേഡ് ക്ലോസ് ചെയ്തു. ബിക്കോസ് എനിക്ക് തോന്നുന്നു അത് GDP ഡേറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ബിക്കോസ് പ്യുവർ കൺസോൾട്ടേഷൻ ഡേ ആയിരുന്നു, വോളറ്റിലിറ്റി ഇല്ല, പ്യുവർ കൺസോൾട്ടേഷൻ ആയിരുന്നു. അതിന് വ്യാഴാഴ്ച ദിവസം ഒരു പ്യുവർ വോളറ്റൈൽ ഡേ ആയിരുന്നു. ഓക്കെ, സോ ഇതാണ് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടും ഫ്രൈഡേ അനാലിസിസും. നമുക്കൊന്ന് ഡെയിലി അനാലിസിസ് ചാർട്ടും നോക്കാം. ഡെയിലി അനാലിസിസ് ചാർട്ടിൽ അത് ബുള്ളിഷ് പാറ്റേൺ തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഒരു ഫുള്ളി എൻഗൾഫിങ് ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയ ശേഷം ഒരു സ്ലൈറ്റ്ലി കൺസോൾട്ടേഷൻ മേ ബി ഒന്നോ 2 ഡേയ്സ് തുടർന്നേക്കാം. ബിക്കോസ് അല്ലെങ്കിൽ അത് ബ്രേക്ക് ഔട്ടിലേക്ക് പോയേക്കാം. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ചാർട്ട് പ്രകാരം ഒരു ഗ്യാപ്പ് അപ്പ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് നമ്മുടെ GDP ഡേറ്റ വന്നല്ലോ, അതിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള GDP ഡേറ്റ 8.2% GDP ഡേറ്റ ആണ് വന്നത്. അത് എക്സ്പെക്ടേഷൻസിനെക്കാട്ടിയും ഹൈ ആണ് വന്നത്. എക്സ്പെക്ടേഷൻസ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ എക്കോണമി. സോ അതുകൊണ്ട് നല്ലൊരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്ട് ചെയ്യാം മൺഡേ മോർണിംഗ്. ബട്ട് ആ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യോ ഇല്ലേ, സെൽ ഓഫ് ഉണ്ടാവും നമുക്കത് കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. ബട്ട് എനിവേ, ഇപ്പോൾ നമ്മൾ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു സോണിലേക്ക് ഒരു റിവേഴ്സൽ, നമുക്ക് റിവേഴ്സൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ലോങ്ങിലോട്ട് നമുക്കൊരു ട്രേഡ് പ്രതീക്ഷിക്കാം. നമുക്കത് എങ്ങനെ ഫോം ചെയ്തതിനു ശേഷം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. എനിവേ, ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ വി ക്യാൻ ട്രേഡ് ലോങ്. നമുക്ക് ലോങ്ങിലോട്ടൊരു ട്രേഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എക്സ്പെക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ആക്ച്വൽ ട്രേഡ്, ക്യാൻഡിൽ ഫോർമേഷൻ, അതിൻ്റെ പാറ്റേൺസ് എല്ലാം വെച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് ഈ ഒരു സോണിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു റിവേഴ്സൽ ട്രേഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആഫ്റ്റർ സെൽ ഓഫ്. ഡയറക്ട്ലി മുകളിലോട്ടാണ് പോവുകയാണെങ്കിൽ നമുക്കത് എങ്ങനെയാണ് ക്യാൻഡിൽ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റുമെങ്കിൽ അവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, ഇത് സെല്ലിങ്ങിലോട്ട് വലിയ കാണുന്നില്ല. ഈ ഒരു പാറ്റേണിൽ സെല്ലിങ്ങിലോട്ട് കാണുന്നില്ല. സെല്ലിംഗ് ഉണ്ടായാലും ഹെവി സെല്ലിംഗ് വരത്തില്ല. റിവേഴ്സൽ നമുക്ക് എപ്പോൾ വേണം എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ബാങ്ക് നിഫ്റ്റിയും കൂടെ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹയർ കൺസോൾട്ടേഷൻ ആയിരുന്നു. ഒരു സ്ലൈറ്റ്ലി ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് 5 മിനിറ്റ് ഡേ ക്രോസ് ചെയ്തിട്ട്, ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്രോസ് ചെയ്തിട്ട് ഒരു ഹയർ ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടായാലും പ്യൂർ ഒരു കൺസോൾട്ടേഷൻ ആണ്. ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻ ഫോം ആയതിനു ശേഷം ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് ബാങ്ക് നിഫ്റ്റി നിൽപ്പുള്ളത്. ബട്ട് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ, നമുക്ക് വീക്ക് ക്ലോസ് ആയതുകൊണ്ട് വീക്ക്ലി ക്യാൻഡിലും മന്ത്ലി ക്യാൻഡിലും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. വീക്ക്ലി ക്യാൻഡിൽ നല്ല സ്ട്രോങ് ബുള്ളിഷ് ആണ് ഷോ ചെയ്യുന്നത്. നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ ആയാലും അത്രത്തോളം ഒരു സ്ട്രോങ് അല്ല. അതുകൊണ്ട് നമുക്ക് വീക്ക്ലി പൊസിഷൻ ഈ ക്യാൻഡിൽ വെച്ച് ഞാൻ എടുക്കാറില്ല. നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ആണെങ്കിൽ ഞാൻ ആ പൊസിഷൻ എടുക്കാറുണ്ട്. ബട്ട് ഇതൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ പോലെ പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ഒരു ഡോജി അല്ലെങ്കിൽ ഒരു ഹാമറിന്റെ ഒരു മിക്സർ ആണിത്.
സോ നമുക്ക് ഇത് വെച്ചൊരു വീക്കിലി പോർഷൻ ഞാൻ എടുക്കാറില്ല. മന്ത്ലി ക്യാൻഡിൽ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഫോം ആയിട്ടുള്ളത്. മന്ത്ലി ക്യാൻഡിൽ സ്ട്രോങ് ക്യാൻഡിലാണ് മന്ത്ലി നിഫ്റ്റിയിൽ ഫോം ആയിട്ടുള്ളത്. ഒരു ലാസ്റ്റ് ഇയർ സെപ്റ്റംബർ ആഴ്ച ഒരു സെൽ ഓഫ് ഉണ്ടായി, റിവേഴ്സൽ ഉണ്ടായി, പുൾ ബാക്ക് ഉണ്ടായി, അഗൈൻ ഗോയിങ് അപ്പ്. സോ നല്ലൊരു ഫോർമേഷൻ ആണ് നിഫ്റ്റിയിൽ ഫോം ആയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ ആണ് ഫോം ആയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ ബുള്ളിഷ് ആയി കാണുന്നുണ്ട് നിഫ്റ്റിനെ നോക്കാം. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, നിഫ്റ്റി ഓൾറെഡി ഒത്തിരി ബിഹൈൻഡ് ആണ് ബാങ്ക് നിഫ്റ്റി ആയിട്ട്. സോ നിഫ്റ്റി ട്രൈ ടു ക്യാച്ച് അപ്പ് വിത്ത് ബാങ്ക് നിഫ്റ്റി. അത് അങ്ങനെ ആയാൽ നിഫ്റ്റിയിൽ ഒരു നല്ലൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് ഇപ്പം പ്രശ്നം നിങ്ങൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പോർട്ട്ഫോളിയോ എല്ലാം ഇപ്പോഴും റെഡിലാവുന്നത് മോസ്റ്റ്ലി. ബിക്കോസ് നമ്മുടെ പോർട്ട്ഫോളിയോ മോസ്റ്റ് ഓഫ് ദ സ്റ്റോക്സ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു സെല്ലിംഗ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും അതൊരു മൊമെന്റം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവാത്തത്. ഓക്കെ, ബിക്കോസ് ഇപ്പം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിന്റെ ഈ ഒരു മൊമെന്റത്തിന് മെയിൻലി മോസ്റ്റ് ഓഫ് ദ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ഭാരതി എയർടെൽ, ബജാജ് ഫിനാൻസ്, ഇതൊക്കെയാണ് മോസ്റ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ എത്ര പേര് ഈ സ്റ്റോക്ക് മെയിൻലി ഈ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പം റീറ്റെയിലേഴ്സ് കൂടുതലും സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് സ്റ്റോക്സ് ആയിരിക്കും കൂടുതലും ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ആ റിട്ടേൺ നമുക്ക് കിട്ടാത്തത്. നമുക്ക് ലോങ് ടൈമിലോട്ട് വി വിൽ സി എ റിവേഴ്സൽ ഓൺ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഓൾസോ. ഓൺ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് വൺസ് മൊമെന്റം ഗെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോയിലും അതിനനുസരിച്ചുള്ള ഗെയിൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഡോണ്ട് വറി. ഇറ്റ്സ് നമ്മുടെ ലോങ് ടേം ചാർട്ട് നോക്കുമ്പോൾ സംടൈംസ് നിഫ്റ്റി ലാർജ് ക്യാപ്പ് ലീഡ് ചെയ്യുന്നുണ്ട്, സംടൈംസ് സ്മോൾ ക്യാപ്പ് ലീഡ് ചെയ്യാറുണ്ട്. അതൊരു സൈക്ലിക്കും അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ അതൊരു പാർട്ടാണ്. നമുക്ക് ബിറ്റ് കോയിൻ നോക്കാം എവിടെയാണെന്ന്. ബിറ്റ് കോയിൻ മന്ത്ലി ക്യാൻഡിൽ നല്ലൊരു സെല്ലിംഗ് ആയിരുന്നു, ഇപ്പോഴും സെല്ലിങ്ങിലാണ്. ഒരു ചെറിയൊരു റിവേഴ്സൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പോലെ ചെറിയൊരു റിവേഴ്സൽ കാണുന്നുണ്ട് ഈ ഒരു സോണിൽ നിന്ന്. ഈ ഒരു സോണാണ് നമ്മൾ ലാസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്ത സോണ്. ഈ ഒരു സോണിൽ നിന്ന് ചെറിയ റിവേഴ്സൽ കാണുന്നുണ്ട്. വന്നു, പുൾ ബാക്ക് ചെയ്തു, പിന്നെ സ്മോൾ പുൾ ബാക്ക് ആണ് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ ഒരു പൊസിഷൻ 98,000 99,000 ഇല്ലെങ്കിൽ 1 lakh ടച്ച് ചെയ്യാൻ രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ല, ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഫർദറായിട്ട് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. അല്ല, ഇത് ഹോൾഡ് ചെയ്ത് റിവേഴ്സ് ആണെങ്കിൽ തിരിച്ച് ഒരു 1 lakh ആ റേഞ്ചിലോട്ട് തിരിച്ചെത്താനുള്ള പൊസിഷൻസ് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് വീക്ക്ലി ആൻഡ് മന്ത്ലി അനാലിസിസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.